വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കടലക്കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ കറിയും തോറ്റു, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം തയ്യാറാക്കുന്ന വിധം നോക്കാം. പോയാലോ? വേണ്ടി 100 ഗ്രാം കടല എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ലെണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേവേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മൂടി വെച്ച് വേവിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളമൊക്കെ വറ്റിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം കൊട്ട തേങ്ങ പോലെയുള്ള ഒരു തേങ്ങയാണ്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കൊട്ട തേങ്ങ ആയത് കാരണം പെട്ടെന്ന് ചുവന്ന് കിട്ടും കേട്ടോ. അപ്പം തേങ്ങയൊക്കെ നല്ലവണ്ണം ചുവന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലിരുന്ന കരിഞ്ഞു പോകും. തണുത്തതിന് ശേഷം നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ച് അടിച്ചതിനെ ചട്ടിച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 ഏലക്ക 3 ഗ്രാമ്പു ഇത്രയും പട്ട എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം അതിലോട്ട്. ഇനി 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി 2 കൊത്ത് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത് അത് ഇട്ട് കൊടുക്കാം അതിലോട്ട്. ഇനി ഇത്ര ഇഞ്ചി ചതച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കുക അതിലേക്ക്. അപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സവാള അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുക അതിലോട്ട്. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഇനി സവാള വേവാനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കാരണം കടലയിൽ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. അത് കാരണം ഇതിന് മാത്രം ഇട്ടാൽ മതിയാവും. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് നല്ലവണ്ണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി, ചെറിയ തക്കാളിയാണ് അരച്ചെടുത്തതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്.
കാരണം കാശ്മീരി മുളക് പൊടിയും സാധാ മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. മുളകും 2 മുളകും കൂടെ ചേർത്ത് പൊടിച്ചത്. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി. ഇനി വേണ്ടത് ഗരം മസാലയാണ്. അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും കൂടെ ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും അത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് ഇതേ രീതിയിൽ വെച്ചാൽ. ഇനി വേവിച്ച് വെച്ച കടലയില്ലേ, അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് എണ്ണ തെളിയാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി, അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതാണ് കസ്തൂരി മേത്തി. കസ്തൂരി മേത്തി എന്ന് പറയുന്നത് അറിയാമോ? എല്ലാവർക്കും അറിയില്ല. ഉലുവയില്ലേ, ഉലുവയുടെ ഇലയാണ്. ഞാനിത് ഒത്തിരി ഉണക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇറക്കാം ഇത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഇറച്ചിക്കറി തോറ്റവും കേട്ടോ, അത്ര ടേസ്റ്റാണ്.